ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഈ വർഷത്തെ ഗാർഡൻ ഒരുക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിംഗ് ആയല്ലോ. അപ്പം ഞങ്ങളതിന് വേണ്ടി ആദ്യം ബെഡ് ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഒരു വേസ്റ്റായിട്ടുള്ള പലക ഇവിടെ കിടന്നത് അത് സ്ക്രൂ ചെയ്തെടുത്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ കഴിഞ്ഞ സമ്മറിൽ ഒക്കെ പുല്ല് വെട്ടി അതെല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കരിയിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ബെഡിനകം ആദ്യം നിറച്ച് എന്നിട്ട് അതിനകത്തേക്ക് മണ്ണിട്ട് അത് ഇളക്കിയാണ് ബെഡ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഈ കരിയിലയും പുല്ലും വെട്ടിയതുമൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മണ്ണേ നമുക്കധികം അവിടെ ചിലവാകത്തുള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യം ഈ സ്പ്രിംഗ് സീസണിൽ നടുന്ന ക്യാരറ്റ്, ബീട്രൂട്ട്, ബ്രൊക്കോളി, പിന്നെ കാബേജ്, കോളിഫ്ലവർ ഇതെല്ലാം ത്തിൻ്റെ വിത്താണ് ഞങ്ങൾ ആദ്യം പാകിയിരിക്കുന്നത്. അപ്പം ഇത് മുളച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം തണുപ്പൊക്കെ തീരാറാവും. മെയ് മാസത്തോടു കൂടി നമുക്ക് നമ്മുടെ ബാക്കി വെജിറ്റബിളൊക്കെ ചൂടുകാലത്ത് നടുന്ന വെജിറ്റബിളൊക്കെ നമുക്ക് നടാൻ പറ്റും. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ഈ മരങ്ങളൊക്കെ നല്ലവണ്ണം ഇലകൾ വരുന്നതിന് മുമ്പ് പൂക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 2 അതിഥികളും എത്തിയിട്ടുണ്ടായിരുന്നു, 2 താറാവുകൾ. അവർ വന്ന് നമ്മുടെ ഗാർഡൻ്റെ ഒരു സൈഡിൽ വന്ന് മുട്ടയൊക്കെ ഇട്ട്. പക്ഷേ മുട്ട കുറച്ച് ദിവസം അവർ ഇരുന്ന് കഴിഞ്ഞിട്ട് മഴ പെയ്തപ്പം ആ മുട്ടയൊക്കെ ചള്ളായിപ്പോയി. പിന്നെ അവരിവിടുന്ന് പോയി. പിന്നെ കുറച്ച് റോസൊക്കെ പ്രൂൺ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പ്രൂൺ ചെയ്തത് ഇലകളൊന്നും വന്നിട്ടില്ലായിരുന്നു റോസിന്. അപ്പോൾ ഇതെല്ലാം പ്രൂൺ ചെയ്ത് നല്ലവണ്ണം വളമിട്ട് കൊടുത്തു. വെട്ടിയ കമ്പുകൾ കുറച്ച് പാകി. അപ്പോൾ ചാച്ചയുടെ കൂടെ ഔസിയുണ്ട് കേട്ടോ, കൂട്ടിനെല്ലാത്തിനും ഔസിയുണ്ട്. ഞാനും കൂടി സഹായിച്ച് ഞങ്ങൾ കമ്പുകളൊക്കെ ഇങ്ങനെ കൂടിനകത്ത് വാരി വെച്ചു. അപ്പോൾ അത് ഗാർബേജിൻ്റെ വണ്ടി വരുമ്പോൾ ആ സൈഡിൽ വെച്ചിരുന്ന് കൊടുത്താൽ മതി. ഫ്രണ്ടിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് വയ്ക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ ഈ കൂടിനകത്ത് തന്നെ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വണ്ടി വരുമ്പോൾ അവരെടുത്തുകൊണ്ട് പൊക്കോളും കേട്ടോ. പിന്നെ മരത്തേലൊന്നും ഇലകളൊന്നും ഇതുവരെയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ആയി വരും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിക്കാം കേട്ടോ. അത് നല്ല ഭംഗിയാണ്. ഇലകളൊക്കെ വന്നു കഴിയുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ആദ്യം പൂക്കളൊക്കെയാണ് മരങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാണ് മരത്തിലെല്ലാം ഇലകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇപ്പോൾ ഈ കാണുന്ന ഈ മരത്തിൽ നല്ല വെള്ള പൂക്കളൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ചെടിയൊക്കെ അതൊക്കെ ചുമന്ന ഇലകളൊക്കെയാണ് ആ ചെടിയിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാ ചെടികളൊക്കെ വെട്ടി ഒരുക്കി നിർത്തി വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിയിരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് ചെടികളൊക്കെ പിരിച്ച് വെക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞങ്ങൾ പറിച്ചെടുത്ത് ചെറുതാക്കി എടുത്ത് കുഴിച്ച് വെച്ച് എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത്. ഇതൊക്കെ അടുത്ത മാസത്തേനൊക്കെ ആകുമ്പോഴത്തേന് പൂക്കുന്ന ചെടികളൊക്കെയാണ്. അപ്പം എല്ലാത്തിനും ഔസിയുണ്ട്. അപ്പോൾ ഔസി ഇല്ലാത്ത പരിപാടിയില്ല ഇവിടെ. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഇതാണ്, അണ്ണാൻ്റെ കൂടാണ് കേട്ടോ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചില വളങ്ങളൊക്കെ ഞങ്ങൾ ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് വളമിട്ട് കലക്കി ഒഴിക്കും. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെടി വലിച്ചെടുക്കുമല്ലോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിള്ളേരൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടി ഒരു സന്തോഷമായിട്ട് കളിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോൾ കൂടുതലൊക്കെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം മരങ്ങളിലൊക്കെ ഇലയാവും, പുല്ലൊക്കെ നല്ല പച്ച നിറമാവും.